മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല. കൂടെയുണ്ടായിരുന്നവർ കത്തിയമരുന്ന ദുരന്തക്കാഴ്ച അവരുടെ മനസ്സിപ്പോഴും പൊള്ളിക്കുകയാണ്. വർഷങ്ങളായി ഇതേ തൊഴിൽ ചെയ്യുന്നവർക്ക് ആദ്യാനുഭവമാണ് ഈ ദുരന്തം. ഇപ്രാവശ്യം നമ്മൾ ഒരു സമാധാനത്തിൻ്റെ ഒരു ചിഹ്നം, എന്ന് വെച്ചാൽ ലവ് ചിഹ്നം നമ്മൾ മുകളിൽ നമ്മുടെ അമിട്ടിൽ അത് കാണിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അത് നമ്മളൊരു പരീക്ഷണത്തിൽ അത് വിജയിച്ചിട്ടുണ്ട്. ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ലവ് ചിഹ്നം. വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് ദിവസങ്ങൾക്കപ്പുറം വന്നെത്തുന്ന ജനസാഗരത്തിനായി മാനത്ത് സ്നേഹത്തിന്റെ ഹൃദയ സന്ദേശം വിരിയിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലായിരുന്നു അവർ. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനെ തണുപ്പിക്കാൻ പാട്ടും പറച്ചിലുമായി അവർ ആ വിസ്മയച്ചെപ്പ് നിറച്ചു. ചേട്ടനോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. രണ്ടുപേരും പാട്ടൊക്കെ പാടി. അപ്പോഴൊക്കെ ഞങ്ങൾ ഇപ്പുറത്ത് ചിരിക്കായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വരുന്നില്ലല്ലോ. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തീഗോളമായി. ചാരം ബാക്കിയായ മണ്ണ് ശ്മശാന ഭൂമി പോലെയായി. കൂടപ്പിറപ്പുകളായ സുഭദ്രയും വത്സലയും ഉയരും കയ്യിലെടുത്താണ് ഓടിയത്. ഉള്ളു പിളർക്കുന്നതായിരുന്നു ആ നിമിഷങ്ങൾ അത്രയും. പറഞ്ഞപ്പോൾ തീ പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഈ ചേച്ചീനെ അവിടെ ഇട്ടിട്ട് ഞാൻ ആ ചേച്ചീനെ പിടിക്കാൻ പോയി. അപ്പോൾ അതിനെടുത്തിട്ട് പൊന്തറന്നില്ലേക്ക്. അപ്പോഴേക്കും നോക്കുമ്പോൾ ഇപ്പുറത്ത് ഒരാളാകെ പൊള്ളിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തോന്നുന്നു അയാൾ അവൻ തെറിച്ച് വീണതാന്നോ. കൂടെയുള്ളവരെ തീ വിഴുങ്ങുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്നു വേലായുധന്. പിന്നാലെ ഒരു ചിലരെ കെട്ടുമറിഞ്ഞ് വീണു. ചിലർക്ക് പൊള്ളിലേറ്റുണ്ട്. ആംബുലൻസിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ വണ്ടി അതി ഇന്ത്യയൊക്കെ വന്നിരുന്നു. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള പ്രേമിക്കും ഇത് ജീവിതത്തിലെ ആദ്യ അനുഭവം. അവരെല്ലാവരും ഞാൻ പോരും പിന്നോട് യാത്ര പറഞ്ഞ് അവർ ടാറ്റ തന്ന് അവർ കുറേ എന്നെ കളിയാക്കി. ഓരോന്നും പറഞ്ഞ് അവരെന്നെ കളിയാക്കി. എന്തുണ്ടായി, എങ്ങനെയാ സംഭവിച്ച് എന്നൊന്നും എനിക്കറിയില്ല. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഹൃദയം പൊള്ളിക്കുന്ന ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും രക്ഷപ്പെട്ടവരെല്ലാം. റിപ്പോർട്ടർ, തൃശൂർ.